ഇനി ഒരു നല്ല വാർത്തയിലേക്കാണ് കേട്ടോ. വണ്ടിപ്പെരിയാറിൽ വൈദ്യുതി മുടങ്ങിയതിനാൽ മെഴുകുതിരി വെട്ടത്തിൽ പഠനം നടത്തിയിരുന്ന സഹോദരിമാരുടെ വീട്ടിൽ വൈദ്യുതി എത്തി. ഇന്നലെ രാവിലെ മുതൽ KSEB പുതിയ കണക്ഷന് വേണ്ടിയുള്ള ജോലികളിലായിരുന്നു. പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചാണ് വീട്ടിലേക്ക് ഇന്നലെ വൈകിട്ടോടെ വൈദ്യുതി എത്തിച്ചത്. ഒത്തിരി സന്തോഷമായില്ല. ന്യൂസ് ചാനലുകൾക്കും കളക്ടർ സാറിനും ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാമിനും കറസ്പോണ്ടർ സാറിനും എല്ലാവർക്കും ഒത്തിരി നന്ദിയാണ്. ഇനിയിപ്പം പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പവും ഇല്ലെന്ന്. മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കണ്ട, വെളിച്ചത്തിൽ പഠിക്കാം. 2 മാസത്തിനു മുകളിലായി മെഴുകുതിരി വെട്ടത്തിൽ പഠനം നടത്തേണ്ട ഗതികേടിലായിരുന്നു ഇടുക്കി വണ്ടിപ്പെരിയാറിലെ ഹാഷിനിയും ഹർഷിനിയും. കുട്ടികളുടെ ദുരവസ്ഥ വാർത്തയായതോടെ ജില്ലാ കളക്ടർ ഇടപെട്ട് പരിഹാരം കണ്ടെത്തി. ശനിയാഴ്ച രാവിലെയോടെ എത്തിയ KSEB അധികൃതർ പുതിയ പോസ്റ്റുകൾ പൂർണ്ണമായും സൗജന്യമായി സ്ഥാപിച്ച് വൈകിട്ടോടെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. നമുക്ക് കറണ്ട് കിട്ടിയാൽ പിന്നെ നമുക്ക് കേസ് വെളിച്ചത്തിരുന്ന് പിള്ളേർ പഠിക്കട്ടെ, മെഴുകുതിരിന് വേണ്ട. വീടിനടുത്തുള്ള വണ്ടിപ്പെരിയാർ ക്ലബ്ബിൽ നിന്നായിരുന്നു കുട്ടികളുടെ വീട്ടിലേക്ക് വൈദ്യുതി നൽകിയിരുന്നത്. മോഹനന്റെ അച്ഛൻ വിജയൻ ക്ലബ്ബിലെ ജോലിക്കാരനായിരുന്നു. 25 വർഷം മുമ്പ് RBT കമ്പനി ഇവർ താമസിക്കുന്ന വീടും 10 സെന്റ് സ്ഥലവും വിജയന് എഴുതി നൽകി. കാലപ്പഴക്കം ചെന്ന പോസ്റ്റുകൾ മഴക്കാലത്തൊടിഞ്ഞതോടെ ക്ലബ്ബിലേക്കുള്ള വൈദ്യുതി ബന്ധം ഇല്ലാതെയായി. പുതിയ കണക്ഷൻ എടുക്കാൻ അപേക്ഷ നൽകി വീടിനുള്ളിൽ പുതിയ വയറിംഗും നടത്തി. പുതിയ കണക്ഷൻ നൽകാൻ KSEB തയ്യാറായെങ്കിലും പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തടസ്സം നിൽക്കുകയായിരുന്നു. കറണ്ടില്ലാത്തത് മക്കളുടെ പഠനത്തിനൊപ്പം കുടിവെള്ളവും പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഒടുവിൽ കളക്ടർ ഇടപെട്ടു. പോപ്സ് എസ്റ്റേറ്റുമായുള്ള ഉടമസ്ഥാവകാശം കോടതിയിൽ നിലനിൽക്കെ തന്നെയായിരുന്നു പരിഹാരം കണ്ടെത്തിയത്. ഹാഷിനിക്കും ഹർഷിനിക്കും ഇനി നല്ല വെളിച്ചത്തിൽ പഠിച്ചു വളരാം. മാതൃഭൂമി ന്യൂസ്, കുമളി. നിതിൻ തോമസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. നിതിൻ, നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് വൈദ്യുതി മുടങ്ങിയാൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലേ? അത് അവിടെയാണ് 2 മാസത്തോളം വൈദ്യുതി ഇല്ലായിരുന്നു. ആ വീട്ടുകാരുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, അതോടൊപ്പം തന്നെ കുടിവെള്ളം, അതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്ന ആ മക്കൾ ഇനി നിതിൻ പറഞ്ഞ പോലെ തന്നെ നന്നായി നല്ല വെളിച്ചത്തിൽ പഠിച്ച് വളരട്ടെ അല്ലേ? കാലപ്പഴക്കം ചെന്ന വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞ് 2 മാസത്തോളം ഇരുട്ടിലിരുന്ന് മെഴുകുതിരി വെളിച്ചത്തിൽ മാത്രം പഠിക്കേണ്ടി വന്ന 2 കുഞ്ഞുങ്ങൾ, 5ാം ക്ലാസ്സുകാരിയായ ഹാഷിനിയും 1ാം ക്ലാസ്സുകാരിയായ ഹർഷിനിയും. കൂടാതെ ഈ വൈദ്യുതി ഇല്ലാത്തതിനാൽ വെള്ളത്തിന് വരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന ഇവരുടെ കുടുംബവും. ഒടുവിൽ ഇവരുടെ ഈ ഒരു അവസ്ഥ പുറം ലോകം അറിയുന്നത് നമ്മുടെ മാതൃഭൂമി പത്രത്തിലൂടെ വന്ന ഒരു വാർത്തയിലൂടെയാണ്. പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കുകയും വലിയ തോതിൽ ചർച്ചയാവുകയും ജില്ലാ കളക്ടർ നേരിട്ട് ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും വൈദ്യുതി എത്തിയത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും ആ സഹോദരിമാർ, ആ കുട്ടികൾ ഇനി ഒരു തടസ്സവും ഇല്ലാതെ നന്നായിട്ട് പഠിച്ച് വളരാൻ ആ കുട്ടികൾക്ക് സാധിക്കട്ടെ.